അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നില്ലേ? അത് നിങ്ങളെ മര്യാദയാണ്. എഴുന്നേറ്റ് നിന്നത് നിങ്ങളെ മര്യാദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുന്നേറ്റ് നിന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ, ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ, തരിപ്പ് അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഒരു മൂലയിൽ കിടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. ഇരിക്കും. അപ്പൊ നിങ്ങൾ രണ്ടാളും മലയാളികളല്ല, അതല്ലേ? ഞാൻ ഇപ്പൊ നീച്ചു നോക്കല്ലോ ചോദിച്ചത്. നിങ്ങളിൽ പെട്ടില്ല, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ പെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ബാക്കിൽ തിരിഞ്ഞു നോക്കണ്ട. ഒരാളിരുന്നിട്ടില്ലല്ലോ, ഒറ്റ ആളിരുന്നിട്ടില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടാ. അവര് എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദ്വാരിക്കണം. എന്താ അറിയാം? രോഗം തന്ന് അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അതിനാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ മുത്തേ നിർബന്ധിച്ചിട്ട് ആരും ഇങ്ങോട്ട് കേച്ചല്ലേ കാക്ക. നമ്മള് അല്ലാഹു രോഗം അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദ്വാരിക്കണം. ഇപ്പൊ അടുത്ത് ഞാൻ അതാണ് എഴുന്നേറ്റുന്നവർക്ക് കയ്യിലും കരുഞ്ഞ ദ്വാരിക്കണം. എന്താ അറിയാം? ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടാളുകൾ വന്നിവിടെ, ഒരു മാപ്പിളയും പെണ്ണുങ്ങളും. ഒരു 50 വയസ്സ് പ്രായം ഉണ്ടാവും. ആർക്ക്? ആ മാപ്പിളക്ക്. ഒരു 40 വയസ്സ് പ്രായം ഉണ്ടാവും ആ പെണ്ണുങ്ങൾക്കും. അങ്ങനെ ഇവിടെ വന്നു. ആ പെണ്ണിനെ എന്റെ റൂമിൽ കയറി ആ പെണ്ണിനെ ചൂണ്ടിയിട്ട് ആ കാക്ക പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭാര്യ. കാണാൻ കുഴപ്പമില്ല. എന്നോട് പറയാ, എന്റെ ഭാര്യന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ട് എന്റെ ഭാര്യന്റെ അത് പിന്നെ തരാൻ പറയുന്നത് ദൈവം കയ്യട്ടെന്ന് പറഞ്ഞു. എന്റെ ഭാര്യന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാന് 3 കൊല്ലം ആശുപത്രിയിൽ നിന്ന് ഇൻഷൂർ കാർഡ്, അങ്ങനെ കാർഡില്ലല്ലേ, ഇൻഷൂർ കാർഡില്ല. നമ്മൾ പിന്നെ പാവപ്പെട്ട ആളായത് വെച്ച് കിട്ടിയിട്ടില്ല. 3 കൊല്ലം ഇൻഷൂർ കാർഡിലോണ്ട് ഡയാലിസ് അങ്ങനെ ചെയ്യും. 1 കൊല്ലം മഹല്ല് കമ്മിറ്റി സഹായിച്ചു. ഇപ്പോ ഞാൻ ഒരു ദിവസം വെട്ടുകല്ല് ഏറ്റിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു ഗതിയില്ല തങ്ങളെ. ഞാന് വല്ലാത്തൊരു വിഷമത്തില നിന്നോട് ഇങ്ങനെ പറയാം. ഇത് കഴിഞ്ഞ് ഈ പെണ്ണുങ്ങള് അവിടെ മാറി നിന്നപ്പോ എന്നോട് സ്വകാര്യത്തിൽ പറയാം, ഓളെ നോക്കാൻ എനിക്ക് വയ്യ, മരിക്കാൻ ആയിരിക്കും, ഓള് മരിച്ചോട്ടെ. അപ്പോ ഇത് കേട്ടപ്പോ പെണ്ണത് കരഞ്ഞു. ബാഹു അങ്ങനത്തെ ഒരവസ്ഥ തരാതെ ഇപ്പോൾ നിങ്ങൾ ദ്വാരിക്കണം എന്നാണോട്. നമ്മൾ ആർക്കും ബാധ്യതയാക്കാതെ അല്ലെ, ഒരാൾക്കും നമ്മള് ബാധ്യതയാക്കാതെ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരവസ്ഥ തരാതിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ദ്വാരിക്കണം. ആ ദ്വാരല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു മകന് വന്നിട്ട് പറയാ, എന്റെ ഉമ്മ മരിക്കാൻ ദ്വാരിക്കും. മുമ്പ് പ്രസവിച്ച ഉമ്മ മരിക്കാൻ വസിയത്ത് ചെയ്യാൻ. ഞാൻ കുറെ ചീത്ത പറഞ്ഞവന് ഒന്നും മുണ്ടിയില്ല. എന്നോട് പറഞ്ഞു എന്റെ വാപ്പ ഒരുപാട് പൈസ ഉള്ള ആളാ, കോടീശ്വരനെ, ഞങ്ങൾക്കുള്ള ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഉമ്മയും എന്റെ വാപ്പയും നല്ല സ്നേഹത്തിലാണ്. എന്റെ വാപ്പ 4 വർഷം മുമ്പ് അറ്റാക്ക് വന്ന് മരിച്ചു. എന്റെ ഉമ്മ അതോടെ തളർന്നു. എന്റെ അമ്മയുടെ മെയിലൊക്കെ മാറി, സ്റ്റോക്ക് വന്ന് കിടപ്പിലായി. ഞാൻ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. അള്ളാന്റെ പരീക്ഷണമാണ്. കാഷ്ടൊക്കെ മേത്തേക്ക് തേക്കുക, പണിക്കാര് നിർത്തിക്കഴിഞ്ഞാൽ പോലും ഒരു പണിക്കാർ നിൽക്കുന്നില്ല. അവസാനം ഇപ്പം പറയാ, 4 പെണ്ണ് കെട്ടിയതാ, 4 ആള് തലാക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരാള് കല്യാണം കഴിച്ചു. ഓള് പറഞ്ഞു എന്നെ നോക്കാം, എന്റെ അമ്മാനെ നോക്കാം, എനിക്ക് പറ്റൂല. അല്ലാഹു അങ്ങനത്തെ ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ വെച്ച് നമ്മള് 3 ഫാത്തിഹ നമ്മൾ ഓതും.
5 സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഈ ഹളറത്തിൽ വെച്ച് മഹാനായ കാട്ടുറുപ്പാപ്പാന്റെ കൊടിമരത്തിന്റെ മുന്നിൽ വെച്ച് 3 ഫാത്തിഹ നമ്മൾ ഓതും, 3 സ്വലാത്ത്, 5 സ്വലാത്ത് നമ്മൾ ചൊല്ലും. അതിൽ ഒന്നാമത്തെ സ്വലാത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരാൻ, ഇതൊരു സങ്കടം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും, രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ഇപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരാളുണ്ട്, അയാളെ കൊണ്ട് അവൾ ഛർദിക്കുന്നുണ്ടോ? നിർത്തിയോ? കമ്മിയുണ്ടോ? കമ്മിയായോ? ബ്ലഡ് ഇങ്ങനെ ഛർദിക്കുക. ഒരു ഓട്ടോസിൽ കൊടുത്തു. ഞാൻ സങ്കടം, നമ്മൾ സാധാരണ ഛർദിക്കൂലേ, ആ മനുഷ്യന് ബ്ലഡ് ഛർദിക്കുക. ഇനി കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല. ആലോചിച്ചു നോക്കി, ഇത്ര മാസങ്ങളോ. ഞാൻ എന്റെ മുന്നിൽ ഛർദിച്ചു, ബ്ലഡ്. അല്ലാഹു കാക്കട്ടെ. അയ്യോ, അപ്പൊ രണ്ടാമത് അവിടെ വന്നിരുത്താൻ വരെ മനോലെ കൊടുത്തിട്ട് രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹു രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ഈ കൂട്ടത്തിൽ പാരം ഫസ്റ്റ് മരിക്കാന്ന് പറയാൻ പറ്റുമോ? ഈ കൂട്ടത്തിൽ ആർക്കാ ക്യാൻസർ പറയാൻ പറ്റുമോ? രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹു രോഗം തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. തന്ന രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. മൂന്നാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ദുനിയാവിന്റെ സ്വർഗം കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. നാലാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്ന് നിങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രതിഫലം അല്ലാഹു തരട്ടെ. അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. യൂട്യൂബിലൂടെ ഒരുപാട് പേര് ആമീൻ പറയുന്നുണ്ട്. അവരെ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഈ ദുആ അല്ലാതെ വേറെ മരുന്ന് ഇവിടെ ഇല്ല. ഈ ദുആയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന്. എത്ര സമയമാണോ ഈ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ ചെലവഴിക്കുന്നത്, അത്രയും സമയം നിങ്ങളുടെ വിഷമങ്ങള് ഖാലിഖായ പടച്ചറബ് മാറ്റിത്തരട്ടെ. ഇലാ ഹദ്റത്തുഹു നബിയനാ വഹബീബിനൽ മുസ്തഫ വമുറബ്ബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرته أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرته حمزة القرار. وإلى حضرة سعد بن معاذ. وإلى حضرة خالد بن وليد. وإلى حضرة ذو القرنين. وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة السيد أحمد جلال الدين البخاري كاتب بابا. وإلى حضرة كامل فريد ولي الله. وإلى حضرة إمارة بابا. وإلى حضرة فاطمة بيبي. وإلى حضرة مرحوم سيد آتكوية تنغلو بابا. وإلى حضرة مرحوم سيد متبوية تنغلو بابا. وإلى حضرة بيل مسيح بوكوية تنغلو بابا. وإلى حضرة بعد بسيط عتبيبي. وإلى حضرة بعد بسيط بكن بيبي. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ് ഖബൂലാക്കണം അല്ലാഹ് ബാക്കിൽ മതി ബാക്കിൽ കുറച്ച് ബാക്കിൽ ആ ശ്രദ്ധിക്കണ ഇതില്ല തുണി പോലെ കൈ കൊടുത്തേ അതുപോലെ എടുത്തില്ലേ അതുപോലെ രണ്ടാളടുത്തും വളർന്നിരിക്കാൻ പറയും പരിപൂർണ ശിഫ അല്ലാഹു നൽകട്ടെ നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സ്വീകരിക്കട്ടെ അതിന്റെ ഓരോരോ ഹറഫിന്റെയും ഓരോരോ അക്ഷരങ്ങളുടെയും പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ ഇനി നമ്മൾ 5 സ്വലാത്ത് ചൊല്ലുകയാണ് അതിലൊന്നാമത്തെ സ്വലാത്ത് അല്ലാഹു നമുക്ക് തന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ഇനി ഒരു വിഷമം അല്ലാഹു തരാതിരിക്കട്ടെ രണ്ടാമത് രോഗം തന്നല്ല പരീക്ഷിക്കാതിരിക്കട്ടെ തന്ന രോഗം അല്ലാഹു ശിഫ നൽകട്ടെ അല്ലാഹുവേ നീ കാമിലായ ശിഫ നൽകണേ അല്ലാഹ് കാമിലായ ശിഫ നൽകണേ അല്ലാഹ് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدر مقدار الذي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدر مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدر مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم സ്വീകരിക്കണം قبيلاكم الله الحمد لله رب العالمين انعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا اللهم اغفر وبلغ مثل ثواب ما قريناه وما صليناه وما صليناه أبيضية واصلا ورحمة عادنا وبركة شاملة مقبولة ومرضية منا إلى حضرته سيدنا وشكرنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكاما محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وحوردنا حول المورود اللهم الرحيم يا رب ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ് നിന്റെ മുന്നിൽ ഞങ്ങൾ യാചിക്കുകയാണ് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് ദുരിതങ്ങളുണ്ട്
ഒരുപാട് കട്ടപ്പാടുണ്ട്, കട്ടതകളുണ്ട് റബ്ബേ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് ഞങ്ങളെ എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിക്കൊണ്ട് അല്ലാഹ് ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ചത് കണ്ണീരോടെയാണ്. നാളെ മുതൽ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാഹ്, സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട്. സ്വാലിഹായ മക്കളെ കൊടുക്ക് റബ്ബേ. ഞങ്ങള് മരിച്ചാൽ ഞങ്ങളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണോ, എന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണമെന്ന് പറയാ മക്കളെ വേണോ. അതുകൊണ്ട് മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കുക അല്ലാഹുവേ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പിറന്ന വീട് വാടക വീട്ടിലേക്കാണ്, കല്യാണം കഴിഞ്ഞിട്ടും വാടക വീടാണ്, വർഷങ്ങളോളമായി വാടക വീട്ടിലാണ്. സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം അല്ലാഹ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, നൂറേ ഹബീബിന്റെ മുത്തുമണികൾ ആരെങ്കിലും വാടക വീട്ടിലുണ്ടെങ്കിലല്ലോ സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം. സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ല. അല്ലാഹുവേ, ഞങ്ങൾ ആധാരങ്ങൾ ബാങ്കിലാണ്, ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്. അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ. കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. നിവർത്തികേട് കൊണ്ട് വിഷമങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആധാരങ്ങൾ പണയം വെച്ചതാ, അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് അല്ലാഹുവേ. ഞങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളാണ് അല്ലാഹ്. ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രൈൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മഴ വന്നവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിന് തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി ഓപ്പറേഷൻ ചെയ്തവരുണ്ട്. അലർജി രോഗങ്ങളുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, സുബ്ഹാനല്ലാഹ്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, വായിൽ മുറിയുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ടിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വായു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നി ചുരുങ്ങുന്ന രോഗങ്ങളുള്ളവരുണ്ട്, വയറ്റില് ക്യാൻസർ ഉള്ളവരുണ്ട്, ആമാശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട്, ബ്ലഡ് ഛർദിക്കുന്നവരുണ്ട്, അല്ലാഹുവേ വയറ്റിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്. ഒരുപാട് പേര് ഊരവേദനിക്കുന്നവരുണ്ട്, ഊര ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ഗർഭപാത്രത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ട് വേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, സൂറിയാസിന്റെ ചൊറിച്ചിലുള്ളവരുണ്ട്, അപസ്മാര രോഗങ്ങളുള്ളവരുണ്ട്, വെള്ളപ്പാട് വന്നവരുണ്ട്, മറ്റ് രോഗങ്ങളുള്ളവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്, പ്രഷർ വന്നവരുണ്ട്. കാമിലായ ശിഫ നൽകണം അല്ലാഹ്. അങ്ങനത്തെ രോഗം വന്നവർക്ക് കാമിലായ ശിഫ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിലുണ്ട് ഒരു സഹോദരന് സുബ്ഹാനല്ലാഹ് രക്തം ഛർദിക്കുന്ന രോഗമാണ്. ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല. അല്ലാഹ് സഹോദരന്റെ രോഗം ശിഫ നൽകണേ അല്ലാഹ്. ആ രോഗം ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് ദൂരത്ത് നിന്ന് കൊടക്കാട് തങ്ങളെടുത്തു പോയി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പ്രതീക്ഷ ഉണ്ടെന്ന നെയ്യത്തോട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ടവന് ഓട്ടോ എടുത്തു വന്നവരാണ്. ആ സഹോദരന്റെ രോഗം നീ ശിഫ നൽകണം അല്ലാഹ്. ആ സഹോദരന്റെ രോഗം നീ ശിഫ നൽകണേ അല്ലാഹ്. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല.
ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ല, ഞങ്ങളെ പേരുമക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ല. അല്ലാഹുവേ നല്ല ഖൽബ് നൽകണേ അല്ലാ. കള്ളിനടിമയാക്കല്ലേ അല്ലാ, കഞ്ചാവിനടിമയാക്കല്ലേ അല്ലാ, പെണ്ണിനടിമയാക്കല്ലേ അല്ലാ, എംഡിഎമ്മിനടിമയാക്കല്ലേ റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ല, നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ല. അല്ലാഹുവേ ഞങ്ങളെ മക്കള് പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ല റബ്ബേ. പ്രണയത്തിൽ പെട്ടുപോയവർക്ക് മനസ്സ് നല്ല ഖൽബ് നൽകണയല്ല. ഒളിച്ചോടി പോയവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഖൽബ് നൽകണയല്ല. ഈമാൻ സലാമത്താക്കണല്ല, റാഹത്ത് നൽകണല്ല. അല്ലാ ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ സദസ്സിരിക്കുന്ന പ്രവാസികളാണ്. അവരെ ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല, ഇങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ല റബ്ബേ. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകറബ്ബേ. ഇനി ഒരു തങ്ങളെ മുമ്പിൽ, ഒരു സ്ഥാനിന്റെ മുമ്പിൽ, മുന്നിൽ ചെന്ന് സങ്കടങ്ങളും ആവലാതി രോഗങ്ങളും പറയേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഇവിടെ വന്നവർക്ക് സമാധാനം നൽകറബ്ബേ, സന്തോഷം നൽകണേ അല്ലാ. ഓരോ ഹബീബിന്റെ മുത്തുമണികൾക്ക് നരകം ഹറാമാക്കണല്ലാ, സ്വർഗം വാജിബാക്കണല്ലാ. തിരുമക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീട്ടുന്ന കരങ്ങള് ആയി മടക്കല്ല റബ്ബേ. ഇവിടെ വന്നത് വെറുതെ ആക്കല്ല റബ്ബേ. ധാരാളം സമ്പത്ത് നൽകണം അല്ലാ. കണ്ണേറുകാരന്റെ കണ്ണേറിന്ന് കാക്ക റബ്ബേ. സമാധാനം നൽക റബ്ബേ. ഒരുപാട് ആളുകൾ സ്വർണം തരുന്നുണ്ട്, തന്നവരുണ്ട്, പൈസ തന്നവരുണ്ട്. അല്ലാഹുവേ അതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ. യതീമക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ആയി മടക്കല്ല റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തവസ്സൽനാ. ആ ഫദ്ല് പറയാലോ, മുന്നിൽ നിർത്തിക്ക. ഫദ്ല് പറയാലോ സ്വർണ്ണം. وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله صلاة الله سلام الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن همة بأهل البدير يا الله صلاة الله نور حبيبي കാക്കണേ അല്ലാഹ്. മദദ് നൽകല്ല. മടവൂർ ശൈഖുനയുടെ കാവലേകല്ല. നൂറേ ഹബീബിനെ കാക്കണേ അല്ലാഹ്. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിന്റെ മണ്ണില് അന്ത്യവിശ്രമം കൊള്ളുന്നൊരു മഹാനുണ്ട്. അവർ ഔസുൽ ഉലമാണ്, ഔലിയാക്കളെ കുതുബാണ്. അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനുടെ ബറക്കത്തുള്ള സദസാക്കണല്ലാഹ്. ഇവിടെ 72 മക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരുന്നു. എത്ര കിട്ടിന? 72 മക്കളെ. 3 ഏക്കർ സ്ഥലം പാവപ്പെട്ടവർക്കും യതീം മക്കൾക്കും വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, ഒരുപാട് മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 100 ചില്ലാനും യതീം മക്കൾക്ക് മാസം എന്തുണ്ട് ഭക്ഷണമില്ല. 5000 10,000 വെച്ച് കൊടുക്കുന്നുണ്ട്. യതീം മക്കൾ ഈ വിഷയത്തിൽ തന്നെ ഒരു മാസം ലക്ഷങ്ങൾ വേണം. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെയും റസൂലിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരാളെ മുന്നിൽ ചെന്നിട്ട് ഞാൻ കൈ നീട്ടിയിട്ടില്ല.
ഞാൻ നൂറെ ഹബീബ് തങ്ങളാ, ഞാൻ ഒരുപാട് മക്കളെ നോക്കുന്നുണ്ട്, ഒരുപാട് മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. ഒരു മഹലൂക്കിന്റെ മുന്നിൽ വെച്ച് ഞാൻ കൈ നീട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വീടിന്റെ മുറ്റത്ത് വാരി കോരി തരുന്നുണ്ട്. ഈ ഗേറ്റ് പൂട്ടിയാണ്ടല്ലോ ആൾക്കാർ എന്നെ കണ്ടില്ല സ്വർണം പൈസ കേട്ട് എറിഞ്ഞിട്ട് പോകും. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ഓല് പറയും വേണം വേണം. ഞാൻ എന്താ ചെയ്യാ? ഈ യൂട്യൂബിലൊക്കെ എന്നെ വിമർശിക്കുന്ന കാരണം എന്താ വെച്ചാൽ കായിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ നോക്കോളൂ, ഇനിയിപ്പോ കുറെ ആൾക്കാർ സ്വർണം തരും. ഇനി 20 മക്കളെ കല്യാണമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പാവപ്പെട്ട 12 മക്കളെ നിക്കാഹാണ്. എത്തി മക്കളാണ്, പാവങ്ങളാണ്. 8 നമ്മളെ ഹിന്ദുക്കള്, നമ്മളെ പെങ്ങന്മാരായ, അങ്ങനെ പണം തെറ്റില്ലല്ലോ അല്ലെ? അമുസ്ലിങ്ങൾ എനിക്ക് പറയാനറിയില്ല. ഞാൻ അമുസ്ലിങ്ങളെ 8 ഹിന്ദു മക്കളെ താലി കെട്ടാണ്. അപ്പൊ മൊത്തം എത്രയായി? 22. നിങ്ങളെ സഹോദരൻ അപ്പൊ 20 ഇൻഷാ അല്ലാഹ് ആ മക്കൾക്കുള്ള ഓട്ടത്തിലാണ്. ഒരാളേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ കൂടുന്നൊരു സ്വർണം. ഇന്നലെ എനിക്ക് 1.5 പവന്റെ നെക്ലേസ്, ഇന്നലെ 50,000 ഉറുപ്പിക സ്ഥലം വാങ്ങാം, 25,000 പിച്ചു. അല്ല തരികയാണ്. ഒരു ദിവസം ഏകദേശം നല്ലൊരു സ്വർണ്ണം ഇവിടെ കിട്ടും. അള്ളാഹു തരുന്നവർക്ക് അല്ലാഹു തരും. മോളെ എന്താ പറഞ്ഞാണ് അവിടെ കേട്ടോളെ മുറിച്ചുണ്ട്. അങ്ങനെ ഇവിടെ വന്നു പ്രസവിച്ചപ്പോ ഒരു കുഴപ്പമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പേരിടാവുന്നതാണ് അല്ലേ? കുട്ടിയുടെ സ്കാനിങ് എടുത്തു. ആ സ്കാനിങ്ങിൽ എന്നെ കുട്ടിക്ക് മുറിച്ചുണ്ടുണ്ട്. മുറിച്ചുണ്ടെന്താ ഡോക്ടർമാര് വിഷമ പറഞ്ഞേ. അയത്ത് നേരെ ഓടി പുറക്കാട്ടേക്ക് വന്നു. ഞാൻ പറഞ്ഞു പേടിച്ചണ്ട, ഒന്നും ഉണ്ടാവും, ഇസ്ലാത്തിൽ പതിച്ചല്ലേ മതിയാണ്. അൽഹംദുലില്ലാ അങ്ങനെ എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്ന് പേരിടുന്നു, തീർച്ചയാക്കി പ്രസവിച്ച കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആ മോളാണ് ഇന്ന് 90. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പേര് ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അല്ലാഹു പൊന്നു മോൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആൺകുട്ടിയോ പെൺകുട്ടിയാ? അല്ലാഹു ഇപ്പൊ പേര് വിളിക്കാട്ടോ. ഇനി തരും ഈ സ്വർണ്ണായിരിക്കാം മോളെ. എന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ ഇതൊക്കെ എത്തിയ മക്കൾ. ഇവിടെ ഒരുപാട് മക്കളെ പേരിടാൻ കൊണ്ടുവരും. എന്ത് വിഷമം ഡോക്ടർമാര് പറഞ്ഞാലും എടുത്ത് കളയാൻ പറഞ്ഞാലും പറയേ ഞങ്ങൾ കൊടക്കാട്ടേക്ക് കൊണ്ടേക്കോളാം, ഞങ്ങൾ പ്രസവിച്ചോളാം. നല്ല തൂക്കമുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തേണ്ടങ്ങള് നല്ല തൂക്കമുള്ള മോതിരം. എന്താ വിഷയം? മകന് ജോലിയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നീനാ മാഷാ അല്ലാഹ്. അപ്പൊ ജോലി ആയോ? നല്ല കണ്ണേർ ബാത്തിലാക്കില്ല. നല്ല ശമ്പളമുള്ള ജോലിയാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ജോലി ഉണ്ടായിരുന്നില്ല, പൊന്നുമോനിക്ക് ജോലി ശരിയായി. അതിന് അള്ളാഹു സ്വർണത്തിന്റെ മോതിരം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്ര റുപ്യ? 10,000. അതെന്താണ്? പത്തനംതിട്ടന്ന് വരികയാണ്. എന്തേത് പൈസ? 2 മക്കൾക്ക് ജോലി ഉണ്ടായതില്ല. ഇവിടെ വന്നിരുന്നു. അൽഹംദുലില്ലാ ഇപ്പൊ ജോലി ശരിയായി. ആ വകയിൽ അൽഹംദുലില്ലാ. ഇനി പടച്ചോൻ ഇതെന്താ അറിയില്ലതൊക്കെ. അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഇതുണ്ടങ്ങള് ഇത് കണ്ടങ്ങള്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇത് തന്ന വെറുതെ ആക്കല്ല റബ്ബേ. പാവപ്പെട്ട യതീമക്കൾ അണിയുമ്പോ നാളെ സ്വർഗത്തിലേക്ക് പോവാനുള്ള ഭാഗ്യം അല്ലാഹു പൊന്നുമോൾക്കെല്ലാം കൊടുക്കട്ടെ. എവിടുന്ന വരുന്നേ? ഇതെന്തിനാ നിർച്ചയാക്കി? ഇവിടെ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവേ പൊന്നുപോലെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണമല്ല, സന്തോഷം നൽകണമല്ല. 8 മാസത്തിന്റെ മകളെ ഭർത്താവ് വിളിച്ചിരുന്നില്ല, ഒരു വിവരം ഉണ്ടായിരുന്നില്ല. മേലെ കുടക്കാട് വന്നു. അപ്പൊ പൊന്നുമോന് തിരിച്ചു വന്നു. ആ പൊന്നുമോളെ കുടുംബം ബർക്കത്ത് നൽകട്ടെ, സന്തോഷം അല്ലാഹു നൽകട്ടെ, സമാധാനം അല്ലാഹു നൽകട്ടെ. ഇതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ, ഇതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ. സന്തോഷവും സമാധാനം നൽകണമല്ല. ആ റൂമിൽ തന്നാ മതി കേട്ടോ. ആ റൂമിന്ന് കേറിക്കോട്ടോ. ഇനി അതിലോട് പോണ്ട അങ്ങോട്ട്. ആ അടുത്ത് അവിടെ അന്നെ വിളിക്കടുത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ?
ഫതില് ഇതെന്താ അയച്ചു മനസ്സിൽ 500 തൊട്ടത് എന്തിനാ മാറിയോ? ഇവിടെ വന്നീന്നോ? എത്ര കൊല്ലമായി മാനസികം തുടങ്ങിയിട്ട്? 6 വർഷമായിട്ട് മാനസിക രോഗിയായിരുന്നു. ഇവിടെ വന്നിരുന്നു. ഇപ്പൊ മാറിയോ? ഇപ്പൊ ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്. രോഗമല്ല, അല്ലാഹു ഞാൻ രോഗം കൊടുത്ത് അടക്കട്ടെ. ഇതായിരിക്കുള്ള ഇന്നോട് വിളിക്കാൻ സ്നേഹമില്ല. ഞാൻ അടുത്ത് പറയും. വേഗം പറയും. എനിക്ക് കഴിഞ്ഞോ തക്കിബീർ ചൊല്ലാണ്. വേഗം പറയും. മാഷാ എത്ര വർഷം ദേശം ഇവിടെ വന്നീ താത്ത മക്കളുണ്ടായതില്ല മോൾക്ക്. ഇപ്പൊ 4 വർഷത്തിന് ശേഷം അവര് മകള് ഗർഭിണിയാണ്. അല്ലാഹു ബർക്കത്ത്. ഇതായിരിക്കാം കെട്ടിയ മക്കൾക്കാണ് അല്ലാഹു ബർക്കത്ത്. ഈ പെഞ്ച് നേർച്ചാക്കേണ്ടി വരും. ഇതിപ്പോ ഇതെന്താ? കേസ് നോക്കി ഒഴിവായി. ഒരു കേസ് കെട്ടിൽ കുടുങ്ങി. അങ്ങനെ പറ ഒരാഹത്തായി. ഇതെന്താ? എത്ര കൊല്ലം ആധാരം ബാങ്കില്? 17 കൊല്ലം 11. ഇവിടെ വന്നീന്നോ? അപ്പൊ ആധാരം ബാങ്കിൽ എടുത്തോ? ആ ബാങ്ക് ചീത്ത അറിയില്ല. അങ്ങനെ പൈസ ഇറക്കുന്ന ആൾക്കാരല്ല. 11 കൊല്ലം ആധാരം ബാങ്കിൽ നിന്ന് ഇവിടെ വന്നു. ആധാരം എടുത്തു. ഇതായിരിക്കും പൈസ എത്തിയും. ഓർക്ക് ഇങ്ങോട്ട് സ്നേഹമില്ല. എത്തിയും ഇതായിരിക്കാം സ്ഥലത്തിന്. സ്ഥലത്തിന്റെ പൈസ. ഇതെന്താണ്? കണ്ണിന് പ്രഷർ. അത് ആ പദ അതിനല്ല. പതില് പല സ്ഥലമാണ്. ഇപ്പൊ കണ്ണ് കാണാൻ തുടങ്ങിയോ? എന്തോ പോലും പറയണ്ട. എത്തിയ മക്കൾക്കല്ലേ? ഇനി സ്ഥലത്തിന് ഇനി പറഞ്ഞേ കഴിഞ്ഞതേ. ഇവിടെ വന്ന് 9 മാസം മകനെ പഠിച്ച് ജോലി കിട്ടി. അല്ലാഹു ബർക്കത്ത്. ഇതായിരിക്കും പൈസമ്മ. ഇവിടെ വന്നിരുന്നല്ലേ? വയറ്റിന് പഴുപ്പായിരുന്നു. ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു. ഇവിടെ വന്നു. ഓപ്പറേഷൻ ഇല്ലാതെ രോഗം അല്ലാഹു ശിഫായി കൊടുത്തു. പിന്നെ രോഗം കൊടുക്കാതെ കഴിഞ്ഞില്ലേ? എല്ലാവർക്കും ഈ പൊന്നുമോൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ട് മഞ്ഞപ്പിത്തത്തിന്റെ രോഗമാണ്. ലിവർ മാറ്റി വെക്കാൻ ഡോക്ടർമാർ പറഞ്ഞു. ഇവിടെ വന്നീനോ? പൈസ ചിന്നോട് സ്നേഹമില്ല. ഇപ്പൊ ലിവറൊന്നും മാറ്റി വെക്കാതെ രോഗം മാറി. അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ട് ഇതൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ആ കുട്ടിക്ക് പേരാണ്. ഇവിടെ എനിക്ക് ഒരു അരിമണി തൂക്കം എത്തിയ മക്കൾക്കോ പാവപ്പെട്ടവർക്കോ കിട്ടിയാൽ ഞാൻ അതെന്ത് പച്ചക്ക് വിളിച്ച് പറയണ്ടേ? അള്ളാഹുവിനെ പേടിച്ച പോലെ പടപ്പുകളെ പേടിച്ചോ? എല്ലാവരും എന്നോട് പറയും നിങ്ങൾക്ക് കിട്ടണം. ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ശത്രുക്കൾ കൂടുന്നെന്ന്. അള്ളാഹിനെ പേടിച്ച പോലെ വേറെ ആരും പഠിച്ചിട്ടില്ല. കിട്ടിയത് പറയണ്ടേ? നിങ്ങൾ പറയും. ഇപ്പൊ 20 മക്കളെ കല്യാണമാണ്. എത്ര ഉറുപ്പ്യ വേണ്ടെന്ന് അറിയാം? സ്വർണത്തിന് മാത്രം 60 ലക്ഷം ഉറുപ്പ്യ. എത്ര സ്വർണത്തിന് മാത്രം? പിന്നെ അവരെ ചെലവ് വേറെ. ഒരാളേക്ക് നമ്മൾ പോവില്ല. നമുക്ക് കിട്ടണമെന്ന് എന്ത് ചെയ്തു ധാരാളം ഉണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും വേണ്ടി തക്ബീർ ചൊല്ലിയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ്. ഒരു കുട്ടിക്ക്